കുട്ടികൾ എൻ്റെ സംസാരം ശ്രവിക്കുന്നുണ്ട്, യുവാക്കൾ എൻ്റെ സംസാരം ശ്രവിക്കുന്നുണ്ട്. രാത്രി വൈകിയാണ് ഉറങ്ങുന്നത്. എൻ്റെ വീട്ടിലുമുണ്ടത്. ഞാനും പ്രയാസത്തിലാണ്. 12 മണിക്കും 1 മണിക്കും കിടന്നുറങ്ങും. അവരെ നമ്മൾ സുബൈക്ക് തട്ടുണർത്തിയാൽ അവർക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല. അതുകൊണ്ടായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നേരത്തെ കിടന്നുറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക. അതൊരു ശീലമായിട്ട് സംഘടനാ പ്രവർത്തകന്മാരുടേത് മാറാൻ കഴിയണം. അപ്പോൾ അള്ളാഹുവുമായിട്ട് നമുക്ക് കൂടുതൽ അടുക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടുന്ന് നമ്മൾ തിരിച്ചു പോകും. എങ്ങനെ നമ്മൾ തിരിച്ചു പോകുക? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ. ആ പദം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എൻ്റെ എല്ലാ പ്രഭാഷണങ്ങളിലും ഞാൻ കോട്ട് ചെയ്യുന്ന ഒരു ആയത്താണ്. ആ ആയത്ത് ഞാൻ കോട്ട് ചെയ്യാൻ ഒരു കാരണമുണ്ട്. അതിലെ 2 പദങ്ങൾ, ഒന്ന് റാളിയത്ത്, മറ്റൊന്ന് മർളിയത്ത്. ലേണിംഗ് ക്ലാസ് പോയിരിക്കുന്ന ആളുകൾക്കറിയാം അതിന്റെ അർത്ഥം. ഒന്ന് എനിക്ക് എന്നെപ്പറ്റി തന്നെ തൃപ്തി, മറ്റൊന്ന് അള്ളാഹുവിന് എന്നെപ്പറ്റി തൃപ്തി. അതാണ് ആ പദത്തിന്റെ അർത്ഥം. ഒന്ന് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്, ഒന്ന് അള്ളാന്റെ തൃപ്തിയാണ്. എന്നെ വിളിക്കാൻ വേണ്ടി വരിക, മരണത്തിന്റെ മാലാക്ക് എന്നെ വിളിക്കാൻ വേണ്ടി വരുമ്പോ നിന്റെ കുടുംബക്കാരായിരിക്കുന്ന ആളുകളൊക്കെ കരയുകയാണ്. പക്ഷെ നീ കരയേണ്ടതില്ല. നീ നിന്റെ ജീവിതത്തിൽ ധാരാളം അമലുകൾ ചെയ്ത ആളാണ്. നീ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ധാരാളമായി ചെയ്തവനാണ്. അതുകൊണ്ട് തന്നെ നീ സ്വയം സംതൃപ്തിയോടുകൂടി റബ്ബിന്റെ തൃപ്തി കിട്ടിക്കൊണ്ട് എൻ്റെ അടുക്കലേക്ക് വന്നോ. വല്ലാത്തൊരായത്താ. നിങ്ങൾക്കും എനിക്കും പരിചയമുള്ള മറ്റൊരായത്തില്ലേ? മരണസന്ദർഭത്തെ പറ്റിയാണത്രേ ആ ആയത്ത്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തി ലത്തി കുൻതും തുഅദൂൻ. പണ്ഡിതന്മാർ ഈ ആയത്തിന് വ്യാഖ്യാനം പറഞ്ഞത്, മരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ മാലാഖ് നമ്മളെ പിടിക്കാൻ വേണ്ടി വരുമ്പോ നമ്മളിങ്ങനെ സമാധാനത്തോടു കൂടിയിരിക്കും. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ കരയും, പ്രയാസപ്പെടും. നമ്മോടും മലക്ക് പറയും, എന്താ പറയാറിയോ? നീ വിഷമിക്കണ്ട, നീ ദുഃഖിക്കണ്ട. കാരണം നിന്റെ ജീവിതം എങ്ങനെയാ? ആയത്തിന്റെ തുടക്കം ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, റബ്ബാണെന്ന് പറയ മാത്രല്ല, സുമ്മസ്തഖാമു, പിന്നെ അവൻ ജീവിച്ചത് സ്ട്രൈറ്റ് വേല. ഇസ്തഖാമു എന്ന് പറഞ്ഞാൽ എന്താ? നേരെ ചൊവ്വെ അവൻ ജീവിച്ചു. അവനോട് പറയാ, ഈ പേടിക്കണ്ട, ഈ ദുഃഖിക്കണ്ട, ഒന്നും പേടിക്കണ്ട, നീ ധൈര്യമായിട്ട് അള്ളാഹുവിന്റെ തിരുസന്നിധിയിലേക്ക് തിരിച്ചു വന്നോ. അങ്ങനെ വരാൻ കഴിയണം. അതൊരു ജീവിതത്തിന്റെ വലിയ സൗഭാഗ്യമാണ്.